രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും 8ാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇതിനിടെ പെൻഷൻകാർക്ക് സന്തോഷം നൽകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. 8ാം ശമ്പള കമ്മീഷനിൽ പെൻഷൻ തുകയിൽ വൻ വർധന ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും 8ാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വരുന്നത് ഒരുപോലെ കാത്തിരിക്കുകയാണ്. പുറത്തുവരുന്ന ഓരോ റിപ്പോർട്ടുകളും ജീവനക്കാരുടെ പ്രതീക്ഷ കൂട്ടുകയാണ്. ഇത്തവണ അടിസ്ഥാന ശമ്പളത്തിൽ വൻ വർധനമുണ്ടായേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതിനിടെ പെൻഷൻകാർക്ക് സന്തോഷം നൽകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 8ാം ശമ്പള കമ്മീഷന് പിന്നാലെ പെൻഷൻ തുകയിൽ വൻ വർധനമുണ്ടായേക്കും. ഏകദേശം 25% മുതൽ 35% വരെ പെൻഷൻ തുക കൂടിയേക്കുമെന്നാണ് വിവരം. ശമ്പളവും പെൻഷൻ ക്രമീകരണങ്ങളും നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഫോർമുലയായ ഫിറ്റ്മെന്റ് ഘടകത്തെ ആശ്രയിച്ചായിരിക്കും ഈ പരിഷ്കരണം. നിലവിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ പെൻഷൻ 9,000 രൂപയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 8ാം ശമ്പള കമ്മീഷനിൽ ഇത് 25,000 രൂപയോ അതിനു മുകളിലോ ആയി ഉയർന്നേക്കാം. പെൻഷനും ശമ്പളവും എത്ര ഉയരുമെന്ന് തീരുമാനിക്കുന്നത് ഫിറ്റ്മെന്റ് ഫാക്ടറാണ്. അതേസമയം ഏകീകൃത പെൻഷൻ പദ്ധതിയും പരിഗണനയിലുണ്ട്. ഇത് നടപ്പിലാക്കിയാൽ കുറഞ്ഞത് 25 വർഷത്തെ സേവനമുള്ള ജീവനക്കാർക്ക് വിരമിക്കുന്നതിന് മുൻപുള്ള അവസാന 12 മാസങ്ങളിൽ അവരുടെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുല്യമായ പെൻഷൻ ലഭിക്കുന്നതാണ്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.